ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ഡയറി എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് മിൽക്ക് പമ്പിനെ പറ്റിയാണ്. മിൽക്ക് പമ്പ്, ഏതൊക്കെ ടൈപ്പ് മിൽക്ക് പമ്പ് ഉണ്ട്, അതിന്റെ കൺസ്ട്രക്ഷൻ, പിന്നെ അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ആൻഡ് ഇറ്റ്സ് യൂസ്. ഇൻട്രൊഡക്ഷൻ ടു പമ്പ്. സപ്പോസ് നമുക്കൊരു ഗ്രൗണ്ട് ലെവലിൽ ഒരു വാട്ടർ, ഒരു ബക്കറ്റിൽ നിറച്ച് വാട്ടർ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഈ ഒരു വാട്ടറിന് റൂഫിലേക്ക് സ്വയം എത്താൻ പറ്റുമോ? ഇല്ല. അതായത് വാട്ടർ എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കായിരിക്കും ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷെ നമുക്കിപ്പോ വാട്ടറിനെ എന്താണ് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് എന്താണ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? അവിടെ ഒരു മെഷീൻ വേണം. അതായത് ആ ഒരു മെഷീനാണ് നമ്മളുടെ വാട്ടറിന് ഒരു എനർജി കൊടുക്കുന്നത്. ആ മെഷീനെയാണ് നമ്മൾ പമ്പ് എന്ന് പറയാം. സോ വാട്ട് ഈസ് എ പമ്പ്? പമ്പ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു മൂവ് ലിക്വിഡ്സ്, ഗ്യാസസ് ഓർ സ്ലറീസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അതായത് എപ്പോഴും ഫ്ലൂയിഡിനെ മൂവ് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മളുടെ പമ്പ് എന്ന് പറഞ്ഞാൽ. പമ്പ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അവിടെ ആ ഒരു ഫ്ലൂയിഡിന് എനർജി ആഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു എനർജി കൈനറ്റിക് എനർജി ആകാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എനർജി ആകാം. സപ്പോസ് എന്താണ് ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അത് വാട്ടറിന് എനർജി നൽകുന്നുണ്ട്. അങ്ങനെയാണ് പൈപ്പ് ലൈനിലൂടെ വാട്ടർ എന്താണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതായത് പമ്പ് ആർ യൂസ് ബിക്കോസ് ലിക്വിഡ്സ് കനോട്ട് ഓൾവേസ് ഫ്ലോ നെയർ. അതായത് ലിക്വിഡ്സിന് ഒരിക്കലും നാച്ചുറൽ ആയിട്ട് എന്താണ് എപ്പോഴും ഹയർ ലെവലിൽ ലോവർ ലെവലിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വേറൊരു ഡയറക്ഷനിൽ അവർക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ പമ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു പമ്പിന്റെ ഫങ്ഷൻസ്? ട്രാൻസ്ഫർ ലിക്വിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലെ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക് നമ്മളുടെ റിസപ്ഷൻ ടാങ്കിൽ നിന്ന് സ്റ്റോറേജ് ടാങ്കിലേക്ക് എന്താണ് മൂവ് ചെയ്യണം. പിന്നെ ലിഫ്റ്റ് ലിക്വിഡ്, അതായത് ലിഫ്റ്റ് ലിക്വിഡ് ടു എ ഹയർ എലിവേഷൻ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്നും നമ്മുടെ ഓവർ ഹെഡ് ആയിട്ടുള്ള ടാങ്കിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്, അതാണ് ലിഫ്റ്റ് ലിക്വിഡ് ടു എ ഹയർ എലിവേഷൻ. അടുത്തത് എന്താണ്? ഇൻക്രീസ് പ്രഷർ ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് നമ്മുടെ ഡയറി പ്ലാനിലേക്ക് ലോങ് പൈപ്പ് ലൈൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ മിൽക്ക് അതിനെ സെൻഡ് ചെയ്യുന്നത് എന്താണ് പമ്പ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മെയിൻറ്റെയിൻ കണ്ടിന്യൂസ് ഫ്ലോ ഇൻ പൈപ്പ് ലൈൻസ്. അപ്പോ ലിക്വിഡ്സിന്റെ മൂവ്മെന്റ് ഒക്കെ അൺഇൻറപ്റ്റഡ് ആവാതെ പോവാനൊക്കെ എന്താണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് പമ്പിന് എക്സ്ട്രാ പ്രഷർ വേണ്ടത്? അതായത് ലിക്വിഡ് ഒരു പൈപ്പ് ലൈനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ എനർജി ലോസ് ചെയ്യാം. ചിലപ്പോൾ റെസിസ്റ്റൻസ് മൂലം അതിന്റെ എനർജി ലോസ് ആകും. അപ്പൊ എങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസ് വരുന്നത്? പൈപ്പ് ലൈനിലുള്ള ഫ്രിക്ഷൻ, പിന്നെ പൈപ്പ് ലൈൻ ലോങ് ആണെങ്കിൽ, പിന്നെ പൈപ്പിൽ ഉണ്ടാകുന്ന ബെഞ്ച് ഫിറ്റിംഗ്സ്, അതേപോലെ തന്നെ പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ സ്മോൾ ആണെങ്കിൽ, പിന്നെ ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഒക്കെ ഹൈ ആണെങ്കിൽ എന്താണ് അവിടെ റെസിസ്റ്റൻസ് വരാം. സോ നമ്മളുടെ പമ്പ് എന്ത് ചെയ്യുന്നു? ആ ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള എനർജി നമ്മളുടെ ഫ്ലൂയിഡിന് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ അതാണ് പമ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പമ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് കൈനറ്റിക് എനർജി ഓർ പൊട്ടൻഷ്യൽ എനർജി ടു എ ലിക്വിഡ് സോ ദാറ്റ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഓക്കെ, അപ്പൊ പമ്പിന് ഓൾമോസ്റ്റ് എവറിവെയർ അതിന്റെ യൂസ് നമുക്ക് കാണപ്പെടാം. എക്സാമ്പിൾ ഡയറി ഇൻഡസ്ട്രിയിലുണ്ട്, വാട്ടർ സപ്ലൈ സിസ്റ്റംസിൽ കാണാം, അഗ്രികൾച്ചർ എസ്പെഷ്യലി ഇറിഗേഷന്റെ അവിടെയൊക്കെ പമ്പ് ഉണ്ട്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫുഡ് പ്രോസസിംഗ് പ്ലാന്റ്സിൽ, പിന്നെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിലൊക്കെ നമുക്ക് പമ്പ് കാണാൻ പറ്റും. ഓക്കെ, ദെൻ കമ്മിങ് ടു, അപ്പൊ ഇതാണ് പമ്പിങ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ് നോക്കാം. അതായത് നമുക്കൊരു ബോട്ടിൽ ഫില്ല് ചെയ്യണം വാട്ടർ ഉപയോഗിച്ചിട്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്യാം. ഒന്ന്, നമുക്കൊരു സിറിഞ്ചിൽ ലിറ്റിൽ ബൈ ലിറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിച്ച്, വാട്ടറിന്റെ അവിടെ ഒരു ഫാൻ വെക്കുക, അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പൊ എന്താണ് ഒരു വാട്ടർ കണ്ടിന്യൂസ്ലി ആ ഒരു ബോട്ടിലിന്റെ ഉള്ളിലേക്ക് ത്രോ ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ വാട്ടർ എന്താണ് ആ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാം. ഒന്ന് സിറിഞ്ച്, പിന്നെ ഒന്ന് റൊട്ടേറ്റിംഗ് ഫാൻ ഉപയോഗിച്ചിട്ട്. അപ്പൊ രണ്ടിന്റെ പ്രിൻസിപ്പിൾ വ്യത്യാസമല്ലേ? അതേപോലെ തന്നെയാണ് പമ്പിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും ഡൈനാമിക് പമ്പ് അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഓക്കെ, എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്? നമ്മളിപ്പോ സിറിഞ്ചിൽ വെള്ളം ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ടർ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുള്ളൂ. അപ്പൊ ഓരോ പുഷിലും നമുക്ക് എന്താണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ഡെലിവേഴ്സ് എ ഫിക്സഡ് വോളിയം ഓഫ് ലിക്വിഡ് ഡ്യൂറിംഗ് ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിളിലും ഒരു ഫിക്സഡ് വോളിയം ഓഫ് ലിക്വിഡ് ആണ് അവര് പമ്പ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? പ്രൊഡ്യൂസസ് ലോ ബട്ട് കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റ്, അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലോ റേറ്റിലാണ് ലിക്വിഡ് പുറത്തേക്ക് വരുന്നത്. ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഹൈ പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വോളിയം ഡെലിവേർഡ് ഈസ് എന്താണ് ഡിസ്ചാർജ് പ്രഷറിന് ഒരിക്കലും അതിന്റെ വോളിയം
ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. അതായത് ഇപ്പൊ പ്രഷർ കുറവാണോ കൂടുതലാണോ എന്തുമായിക്കോട്ടെ, ആ ഒരു സ്ട്രോക്ക് നമ്മൾ എപ്പോ പുഷ് ചെയ്താലും സെയിം എമൗണ്ട് ആണ് പുറത്തേക്ക് തരുന്നത്. അതായത് പ്രഷർ കുറഞ്ഞാലും കൂടിയാലും സെയിം എമൗണ്ട് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് ആണ് പുറത്തേക്ക് വരുന്നത്. അതാണ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഈസ് ഡെലിവേർഡ് ഇൻ ഡിസ്ചാർജ് പ്രഷറിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ കമ്മിങ് ടു ദ ഡൈനാമിക് അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഒരു സീലിംഗ് ഫാൻ കണ്ടിട്ടുണ്ട്, ഓഫ് കോഴ്സ് അല്ല, അത് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡൈനാമിക് പമ്പിന്റെ അകത്ത് ഒരു റൊട്ടേറ്റിംഗ് ഇമ്പലർ ഉണ്ട്. അത് കണ്ടിന്യൂസ്ലി നമ്മളുടെ ലിക്വിഡിനെ ഇങ്ങനെ ത്രോ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇത് ഹൈ ഫ്ലോ റേറ്റ് ആയിരിക്കും ഈ ഒരു ഡൈനാമിക് പമ്പിന് ഉണ്ടാകുക. ലോ പ്രഷറിലും ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വോളിയം ഡെലിവർ ചെയ്യുന്നത് എപ്പോഴും ഡിസ്ചാർജ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ നമ്മളുടെ പൈപ്പ് ലൈനിലുള്ള റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ ഫ്ലോ കുറവായിരിക്കും. അപ്പൊ എപ്പോഴും അത് ഡിസ്ചാർജ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ ഡിസ്ചാർജ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് പറയണത്. നമുക്ക് ടൈപ്സ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്തൊക്കെയുണ്ട്, പിന്നെ ഡൈനാമിക് പമ്പ് ഏതൊക്കെയുണ്ട് നോക്കാം. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് രണ്ട് ടൈപ്പാണ്, റെസിപ്രൊക്കേറ്റിംഗ് പമ്പും റോട്ടറി പമ്പും. ഈ റെസിപ്രൊക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞാല് ഇതിന്റെ മൂവിംഗ് പാർട്ട് എപ്പോഴും ടു ആൻഡ് ഫ്രോ മോഷനിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലഞ്ചർ പമ്പ്, ഡയഫ്രം പമ്പ്, പിസ്റ്റൺ പമ്പ്. പക്ഷെ റോട്ടറി പമ്പ് നമുക്കറിയാം, ആ വാക്ക് തന്നെയുണ്ട് അതിന്റെ മൂവിംഗ് പാർട്ട് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ടിന്യൂസ്ലി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, ലോ പമ്പ്, വെയിൻ പമ്പ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരാം. ഇനി ഡൈനാമിക് പമ്പ് അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, അതാണ് സെൻട്രിഫ്യൂജൽ പമ്പാണ് അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ സെൻട്രിഫ്യൂജൽ പമ്പിനെ നമുക്ക് 4 രീതിക്ക് ക്ലാസിഫൈ ചെയ്യാം: ഇമ്പലർ, സക്ഷൻ, സ്റ്റേജ് ആൻഡ് ഹെഡ്. അപ്പൊ ഇമ്പലർ അനുസരിച്ച് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ഓപ്പൺ, സെമി ഓപ്പൺ, ക്ലോസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജൽ പമ്പ് ഉണ്ട്. പിന്നെ നമ്മളുടെ സെക്ഷൻ അനുസരിച്ച് സിംഗിൾ സെക്ഷൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, ഡബിൾ സെക്ഷൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. പിന്നെ നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റേജസ് അനുസരിച്ച് സിംഗിൾ സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. അതായത് സിംഗിൾ സ്റ്റേജിലൊക്കെ ഒരു ഇമ്പലർ ആയിരിക്കും, മൾട്ടി സ്റ്റേജിലൊക്കെ മെനി ഇമ്പലേഴ്സ് ഉണ്ടാകും. പിന്നെ ഹെഡ് ഡെവലപ്ഡ്, ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ഉണ്ടാകും. അതായത് ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹൈറ്റില് ഈ ഒരു പമ്പിന് ലിക്വിഡിനെ ലിഫ്റ്റ് ചെയ്യാം, അതാണ് ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയർ ഹെഡ് ആണെങ്കിൽ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, അതാണ് ഈ ഒരു ഹെഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: ഇമ്പലർ, സക്ഷൻ, സ്റ്റേജ്, ഹെഡ്. ഈ ഇമ്പലർ തന്നെ 3 ടൈപ്പ് ഉണ്ട്: ഓപ്പൺ, സെമി ഓപ്പൺ, ക്ലോസ്ഡ്. സെക്ഷൻ ഓഫ് സിംഗിൾ സെക്ഷൻ, ഡബിൾ സെക്ഷൻ. നമ്പർ ഓഫ് സ്റ്റേജ് അനുസരിച്ച് സിംഗിൾ സ്റ്റേജ്, മൾട്ടി സ്റ്റേജ്. ഹെഡ് ഡെവലപ്ഡ് ആയത് അനുസരിച്ച് ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ് സെൻട്രിഫ്യൂജൽ പമ്പ്. ഇനി നമുക്ക് ഈ പമ്പിന്റെ സെലക്ഷനെ അഫക്ട് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നമുക്ക് ഈ ഒരു വാട്ടറും മിൽക്കും നമ്മുടെ കയ്യിൽ ക്രീം, കേർഡ്, ഹണി ഇവയെല്ലാം ഉണ്ട്. ഇവയെല്ലാം നമുക്കൊരു സെയിം പമ്പ് വെച്ച് പമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എക്സാക്ട്ലി നമുക്ക് ഡിഫറെന്റ് ലിക്വിഡ്സിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പൊ ഒരു പമ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പമ്പ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് പമ്പ് നമ്മൾ ചൂസ് ചെയ്യുക ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ലിക്വിഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസും ടൈപ്പ് ഓഫ് ലിക്വിഡ് അനുസരിച്ച് നമ്മൾ ഒരു റൈറ്റ് ആയിട്ടുള്ള പമ്പ് സെലക്ട് ചെയ്യുക. അപ്പോ ഒരു പമ്പ് ഷുഡ് ഹാവ് ഇനഫ് എനർജി ടു മൂവ് ദ ലിക്വിഡ് ബൈ ഓവർകമ്മിങ് ഫ്രിക്ഷണൽ ലോസസ് ഇൻ ദ പൈപ്പിംഗ് സിസ്റ്റം. അതായത് ഒരു ലിക്വിഡ് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രിക്ഷൻ മൂലം എനർജി ലോസ് ആകും. അപ്പൊ പമ്പ് എന്ത് ചെയ്യണം? അതിന് ഈ ഒരു ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ടുള്ള എനർജി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, പമ്പിന്റെ സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 5 ഉള്ളത്. ഒന്നാമത് നോക്കാം, ദ പ്രഷർ റിക്വയർഡ് അല്ലെങ്കിൽ പ്രഷർ ഹെഡ്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വാട്ടർ ഫസ്റ്റ് ഫ്ലോറിലേക്കും ലിഫ്റ്റ് ചെയ്യണം, 10th ഫ്ലോറിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. നമ്മൾ സെയിം പമ്പ് ഇത് വെച്ച് വർക്ക് ചെയ്യും? ഇല്ല. അതായത് ഗ്രേറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ടുള്ള പ്രഷർ വേണമെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള പമ്പ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഹയർ പ്രഷറിൽ നല്ല സ്ട്രോങ്ങർ പമ്പ് റിക്വയർഡ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയാണ് വോളിമെട്രിക് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ 10 ലിറ്റർ പെർ മിനിറ്റിൽ ട്രാൻസ്ഫർ ചെയ്യണം, അതേപോലെ തന്നെ പെർ മിനിറ്റിൽ 1000 ലിറ്ററും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഈ ഒരു സെയിം പമ്പ് വെച്ച് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് പമ്പിന്റെ സൈസ് അനുസരിച്ചാണ് എത്രമാത്രം ക്വാണ്ടിറ്റി ഇന്ന ടൈമിൽ പമ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയണത്. അത് ഹയർ ഫ്ലോ റേറ്റ് ഉള്ള പമ്പ് എടുത്താൽ ലാർജ് കപ്പാസിറ്റി നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും.
അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അതായത് ഓരോ ലിക്വിഡിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാകുക. ഒന്നാമത്തെ നോക്കാം, ഡെൻസിറ്റി. നമുക്കറിയാം ഹെവി ലിക്വിഡ്സ് ലൈറ്റ് ലിക്വിഡ്സിനേക്കാളും വളരെ പവർഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക് എന്താണ് വാട്ടറിനേക്കാളും ഡെൻസർ ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ വിസ്കോസിറ്റി നോക്കാം. വാട്ടർ ആണോ ഹണി ആണോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുക? ഓഫ് കോഴ്സ് വാട്ടർ. അതുകൊണ്ട് തന്നെ എന്താണ് അതിനും എന്താണ് പമ്പ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു വിസ്കോസിറ്റി അനുസരിച്ച് ഇപ്പൊ ക്രീം, കേർഡ്, കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ വളരെ വിസ്കസ് ആണ് നമ്മുടെ ഡയറി പ്രൊഡക്റ്റില്. ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ പമ്പിന്റെ ആവശ്യമുണ്ട്. ഇനി ഓക്സിഡേഷൻ സെൻസിറ്റിവിറ്റി, അതായത് ചില ഡയറി പ്രൊഡക്ട്സ് ഒക്കെ എന്താണ് എയർ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സ്പോയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ ക്രീം ഒക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്, അതായത് ക്രീം ഒക്കെ പമ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എയർ ഇൻകോർപ്പറേഷൻ മിനിമൈസ് ചെയ്തിട്ടുള്ള പമ്പ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ് അബ്രാസീവ്നെസ്, അതായത് ചില ലിക്വിഡിലൊക്കെ ഹാർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാക്കും. അപ്പൊ ഇവയൊക്കെ പമ്പിന് വിയർ ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള പമ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ചില ലിക്വിഡിൽ സാൻഡോ സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത് നമ്മൾ പമ്പ് ചെയ്യണം. അപ്പൊ അതുപോലത്തെ ഇതിന് നമ്മൾ അതുപോലത്തെ പമ്പ് സെലക്ട് ചെയ്യണം. പിന്നെ ചില ഫ്ലോ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമുക്കറിയാം ലിക്വിഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, ന്യൂട്ടോണിയനും നോൺ ന്യൂട്ടോണിയനും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, അത് ന്യൂട്ടോണിയൻ ലിക്വിഡ് ആണ്. കേർഡ് അല്ലെങ്കിൽ യോഗേർട്ട് അത് നോൺ ന്യൂട്ടോണിയൻ ആണ്. അപ്പൊ ഡിഫറെന്റ് ഫ്ലോ ബിഹേവിയർ ആയിരിക്കും ചില പല ലിക്വിഡിനും. അപ്പൊ എന്താണ്, അപ്പൊ ഡിഫറെന്റ് പമ്പ് ഡിസൈൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു ഫാക്ടറാണ് ഫോമിംഗ്. നമുക്കറിയാം നമ്മൾ പമ്പിലൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് മിൽക്ക് പമ്പ് ചെയ്താൽ അവിടെ ഫോംസ് ഉണ്ടാകൂലേ. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഫോമിംഗ് ഒക്കെ എന്താണ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീനെ റെഡ്യൂസ് ചെയ്യപ്പെടും, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള പമ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഷിയർ ഡാമേജ്, നമുക്കറിയാം ചില ഡയറി പ്രൊഡക്റ്റ് എസ്പെഷ്യലി യോഗേർട്ടും കേർഡൊക്കെ വളരെ ഡെലിക്കേറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. അപ്പൊ ഹൈ സ്പീഡിൽ നമ്മൾ അതിനെ പമ്പ് ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് സ്ട്രക്ചറിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഹാൻഡിൽഡ് എന്ന് പറയുന്നത്. ഇതനുസരിച്ചാണ് നമ്മൾ പമ്പിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ എന്ത് മനസ്സിലായി, ഡിഫറെന്റ് ലിക്വിഡ് ഫ്ലൂയിഡ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അപ്പൊ പമ്പ് സെലക്ഷൻ ആ ഒരു പ്രോപ്പർട്ടീസിനൊക്കെ അനുസരിച്ച് ആയിരിക്കണം. പിന്നെ നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ ആൻഡ് വേപ്പർ പ്രഷർ. അതായത് നമുക്കറിയാം ഹോട്ട് ആയിട്ടുള്ള ലിക്വിഡ്സ് കോൾഡ് ആയിട്ടുള്ള ലിക്വിഡ്സിനെ പോലെയല്ല, ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ എന്താണ് ഉള്ളതാണെങ്കിൽ അതേപോലെ വേപ്പർ ഇവാപറേഷൻ കൂടുതൽ, പെട്ടെന്ന് തന്നെ വേപ്പർ ഫോർമേഷൻ ഒക്കെ നടക്കും. അപ്പൊ എന്താണ് നമ്മളുടെ പമ്പില് ക്യാവിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പമ്പിന്റെ എഫിഷ്യൻസി എന്താണ് കുറയ്ക്കുമെന്നാണ് പറയണത്. അടുത്തത് അഞ്ചാമത്തത് ഓപ്പറേഷണൽ കണ്ടീഷൻസ് സച്ച് ആസ് ഇന്റർമീഡിയറ്റ് ഓർ കണ്ടിന്യൂഡ് യൂസ്. അതായത് ചില നമ്മുടെ പമ്പ് 24 മണിക്കൂറും കണ്ടിന്യൂസ്ലി റൺ ചെയ്യോ അതോ ഒക്കേഷണലി ആണ് റൺ ചെയ്യുന്നത്. അതായത് പല സാമ്പിൾസിനും പമ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും. എന്താണ് ചിലതിന് വേണ്ടിയിട്ട് എന്താണ് ഇന്റർമീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പമ്പായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പമ്പ് സെലക്ഷൻ. ഇനി നമുക്ക് നോക്കാം ടിപ്പിക്കൽ പമ്പ്സ് യൂസ്ഡ് ഇൻ ദ ഡയറി ഇൻഡസ്ട്രി. അപ്പൊ ഏതൊക്കെ പമ്പായിരിക്കും കോമൺ ആയിട്ട് ഡയറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യണത്? മൂന്നെണ്ണാണ് പറയണത്. അതായത് 3 ടൈപ്പ് പമ്പ് ഉണ്ട്: സെൻട്രിഫ്യൂഗൽ പമ്പ്, ലിക്വിഡ് റിംഗ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഡയറീസ്. അതായത് മിൽക്ക്, വാട്ടർ, വേ, ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതായത് ലോ വിസ്കോസിറ്റി ലിക്വിഡ്സിന് വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുക. ഹൈ ഫ്ലോ റേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ലിക്വിഡ് റിംഗ് പമ്പ് നോക്കാം. അതായത് വാക്യൂം ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ലിക്വിഡ് റിംഗ് പമ്പ് ഒക്കെ യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാക്യൂം ഇവാപറേറ്റർ, വാക്യൂം പാക്കേജിംഗ്, മിൽക്കിംഗ് സിസ്റ്റം, ഇതിലൊക്കെയാണ് നമ്മൾ ലിക്വിഡ് റിംഗ് പമ്പ് യൂസ് ചെയ്യുക. നമുക്ക് അതല്ലെങ്കിൽ വാക്യൂം പമ്പ് എന്നും കൂടെ പറയാം. ഓക്കെ. ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, വളരെ വിസ്കസ് ആയിട്ടുള്ള സെൻസിറ്റീവ് ഡയറി പ്രൊഡക്ട്സിനാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രീം, കേർഡ്, യോഗേർട്ട്, ഐസ്ക്രീം മിക്സ്, കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ. അതായത് ഈ ഒരു എന്താണ് വളരെ വിസ്കസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വളരെ ജെന്റിൽ ആയിട്ടാണ് പമ്പിലൂടെ മൂവ് ചെയ്യുക. അതായത് പ്രൊഡക്റ്റിനെ സ്ട്രക്ചറിൽ നിന്ന് ഡാമേജ് ചെയ്യാത്ത രീതിയിൽ. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് വളരെ വിസ്കസ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് പമ്പ് എന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു,
പിന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് 2 ടൈപ്പ് ഉണ്ട്. ഡൈനാമിക് പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അത് 4 ടൈപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പമ്പ് സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു. പിന്നെ ഏതൊക്കെ പമ്പാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ പമ്പ്, ലിക്വിഡ് റിംഗ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോണത് ഈ 3 പമ്പിനെ പറ്റിയാണ്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സെൻട്രിഫ്യൂഗൽ പമ്പ്. അതായത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ തന്നെ തുടങ്ങാം. ഓക്കെ, റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, അതായത് നമ്മളിപ്പോ ഒരു വെറ്റ് ആയിട്ടുള്ള അംബ്രല ഇങ്ങനെ നമ്മുടെ കയ്യിലിട്ട് സ്പിൻ ചെയ്യാണ്. എന്തായിരിക്കും സംഭവിക്കുക? വാട്ടർ ഔട്ട്വേർഡിലേക്ക്, അതായത് പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. വാട്ടർ എന്താണ് പുറത്തേക്ക് ഫ്ലൈ ചെയ്യാണ്. അപ്പൊ എക്സാക്ട്ലി എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി നമ്മളുടെ വാട്ടർ സെൻട്രിൽ നിന്നും എന്താണ് പുറത്തേക്ക് മൂവ് ചെയ്യാണ്. ഈ ഒരു സെയിം ഫോഴ്സ് ആണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിലും ലിക്വിഡ്സ് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വേർഡ് സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ നിന്നാണ് അത് വന്നത്. സെൻട്രി എന്ന് പറഞ്ഞാൽ സെന്ററും, ഫംഗൽ എന്ന് പറഞ്ഞാൽ അല്ല ഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ അവേ. ഇപ്പൊ സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ അവേ ഫ്രം ദി സെന്റർ, അതാണ് പറയുന്നത്. അപ്പൊ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ദി ഔട്ട്വേർഡ് ഫോഴ്സ് ഡെവലപ്പ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എ ബോഡി. അതായത് നമ്മുടെ ഈ ഒരു ഫോഴ്സ് നമ്മളുടെ എന്താണ് സെന്ററിലുള്ള ലിക്വിഡിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്നു ടു ദ ഔട്ടർ എഡ്ജ്. അങ്ങനെ ഒരു പ്രഷർ, അങ്ങനെ ഔട്ടർ എഡ്ജിലേക്ക് പുഷ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ലിക്വിഡിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം, ഇതിന്റെ സെന്ററിൽ വരുന്നതാണ് ഇംപെല്ലർ. ഇംപെല്ലർ എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. ഈ ഇംപെല്ലർ എന്താണ് ലിക്വിഡ്സിനെ പുഷ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജിലേക്ക് എന്താണ് വിടുന്നു. അങ്ങനെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് അവരെന്താണ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നാണ് പറയണത്. അപ്പൊ എന്താണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാല്? സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് എ പമ്പ് ദാറ്റ് യൂസസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു മൂവ് ലിക്വിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ലിക്വിഡ് ആദ്യം നമുക്ക് ഫിഗറിൽ കണ്ടില്ലേ, അവിടെ ഒരു ഐ ഉണ്ട്, സെന്റർ. അതിനെയാണ് നമ്മൾ ഐ എന്ന് പറയാം. ലിക്വിഡ് ആദ്യം എന്താണ് ആ ഒരു ഇംപെല്ലറിന്റെ ഐയിലേക്കാണ് വരുന്നത്. അങ്ങനെ ഈ ഇംപെല്ലർ എന്ത് ചെയ്യുന്നു? അവിടെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ആകും. അത് നമ്മളുടെ ലിക്വിഡിനെ പുറത്തേക്ക് എന്താണ് ത്രോ ചെയ്യുന്നു. ഈ ലിക്വിഡ് നമ്മളുടെ പമ്പിനെ ലീവ് ചെയ്തിട്ട് ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് വഴി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് വഴി എന്താണ് അത് പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയണത്. ഓക്കെ, അത്രയുമാണ് പറയണത്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഈ ഒരു പമ്പ് ലിക്വിഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് ഈ ഒരു പമ്പ് എന്താണ് ലിക്വിഡിന്റെ പ്രഷറിനെ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ലിക്വിഡ് സെന്ററിൽ നിന്നും പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട് എഡ്ജിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന് നമുക്ക് പ്രഷർ ജനറേറ്റർ എന്ന് പറയാം, റാദർ ദാൻ ഫ്ലോ ജനറേറ്റർ. അല്ലെ, പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ആ സെന്ററിൽ നിന്നും ഔട്ടർ എഡ്ജിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന് 2 മെയിൻ പാർട്ടാണ് ഉള്ളത്. അത് ഒന്നാമത്തെ റോട്ടർ, അതാണ് റൊട്ടേറ്റിംഗ് എലമെന്റ്. പിന്നെ കേസിംഗ്, അതാണ് ഹൗസിംഗ് ഓഫ് ബോഡി എന്ന് പറയണത്. ഇപ്പൊ റോട്ടർ എന്ന് പറഞ്ഞാല് അതിന്റെ ഉള്ളിൽ ഇംപെല്ലർ ഉണ്ടാകും. ഫോട്ടോയിൽ കാണുന്ന പോലെ ഇംപെല്ലർ ഉണ്ടാകും, ഷാഫ്റ്റ് ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക, ലിക്വിഡിനെ മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് കേസിംഗ്. അപ്പൊ റോട്ടർ എന്തൊക്കെയാണുള്ളത്? ഇംപെല്ലറും ഷാഫ്റ്റും. പിന്നെ കേസിംഗ് അല്ലെങ്കിൽ ഹൗസിംഗ് ഓർ ബോഡി, ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് കേസിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് എൻക്ലോസ് ദ റോട്ടർ. അതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡിനെ അതിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്ലെറ്റിലേക്ക് ഗൈഡ് ചെയ്യുന്നത് കേസിംഗ് ആണ്. ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വെലോസിറ്റിനെ പ്രഷറൊക്കെ ആക്കി, നമ്മൾ പറഞ്ഞില്ലേ പ്രഷർ ആയിട്ടാണ്, പ്രഷർ ജനറേറ്റർ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അതായത് പ്രഷർ ജനറേറ്റ് ചെയ്തിട്ടാണ് അത് ഔട്ട്ലെറ്റ്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം റോട്ടർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. നമ്മള് ആദ്യത്തെ പാർട്ട് നോക്കുകയാണ് റോട്ടർ. ഓക്കെ, റോട്ടറെ വെച്ച് നോക്കിയാല് നമ്മളറിയാം നമ്മുടെ സീലിംഗ് ഫാൻ, അതിൽ ഏത് പാർട്ടാണ് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നത്? സീലിംഗ് ഫാനില് നമുക്കറിയാം ബ്ലേഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയറിനെയാണ് അവര് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലും റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഏത്? റോട്ടർ. ഈ റോട്ടർ എന്ത് ചെയ്യുന്നു? ആ ഒരു ലിക്വിഡിന് എനർജി നൽകിയിട്ടാണ് അവരവിടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ റോട്ടർ ഈസ് എ റൊട്ടേറ്റിംഗ് എലമെന്റ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്.
it is the only major moving part inside the pump apart from the bearings and the motor or driver. അതായത് പമ്പിന്റെ ഇൻസൈഡിലുള്ള ഒറ്റ മേജർ മൂവിങ് പാർട്ടാണ് എന്ത് റോട്ടർ എന്ന് പറഞ്ഞാണ്. അപ്പൊ റോട്ടർ ഈസ് ദ റൊട്ടേറ്റിംഗ് എലമെന്റ്. ഇപ്പൊ ഒരു മെഷീന് ഒരുപാട് മൂവിങ് പാർട്ട് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? അവിടെ കുറെ വിയർ ആൻഡ് ടിയർ വരും, കുറെ ബ്രേക്ക് ഡൗൺസ് വരും, നല്ല മെയിൻ്റെനൻസിന്റെ ഒക്കെ ആവശ്യം വരും. അപ്പൊ എന്താണ്, ഇവിടെ ഒരു മേജർ മൂവിങ് പാർട്ട് ഉള്ളെങ്കിൽ നമുക്ക് എന്താണ് മെക്കാനിക്കൽ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാം, ഫ്രിക്ഷണൽ എനർജി ലോസസ് ഒക്കെ കുറയ്ക്കാം, മെയിൻ്റെനൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും, നല്ല എഫിഷ്യൻസി നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ലെസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ലെസ് ഫ്രിക്ഷൻ ആയിരിക്കും, ലെസ് ഡാമേജ് ആയിരിക്കും, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഒൺലി മേജർ മൂവിങ് പാർട്ട് ആണ് റോട്ടർ. ഇനി നമുക്ക് നോക്കാം, റോട്ടറിന് രണ്ട് പാർട്ടാണുള്ളത്, ഇംപെല്ലറും ഷാഫ്റ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് പമ്പില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇംപെല്ലർ. അപ്പൊ എന്തൊക്കെയാണ് ഇംപെല്ലറിന്റെ ഫങ്ഷൻസ് നോക്കാം. ഇതിന് നമ്മള് പമ്പിന്റെ വീൽ ഓഫ് ദ പമ്പ് എന്നും കൂടെ ഇംപെല്ലറിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണാം, ഒരു വീല് പോലെയാണ് നമ്മളുടെ ഇംപെല്ലർ ഉള്ളത്. ഇവിടെ ഒക്കെ കണ്ടോ, ഇവിടെ ഇംപെല്ലറൊക്കെ ഒരു വീല് മാതിരിയാണ് ഉള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ഇംപെല്ലറിന്റെ ഫംഗ്ഷൻ? റൊട്ടേറ്റ് അറ്റ് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെ ലിക്വിഡിനെ ഈ ഒരു സെന്ററിൽ നിന്നും നമ്മുടെ ലിക്വിഡിനെ ഈ ഒരു സെന്ററിൽ നിന്നൊക്കെ എന്താണ് അവര് ഔട്ടർ എഡ്ജിലേക്ക് എന്താണ് ത്രോ ചെയ്യുന്നു, ലിക്വിഡിന്റെ വെലോസിറ്റിക്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ഇംപെല്ലറിന്റെ ഇംപെല്ലറിന്റെ ഫങ്ഷൻസ്. അപ്പോ നമുക്കറിയാം ഈ സർക്കിളിന്റെ സെന്ററിൽ ഒരു ഐ ഉണ്ടല്ലോ, ഈ ഐയിലൂടെയാണ് നമ്മുടെ സെൻട്രൽ ഓപ്പണിംഗ് എന്ന് പറയും. ഈ ഐയിലൂടെയാണ് നമ്മളുടെ ലിക്വിഡൊക്കെ ഇംപെല്ലറിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഐ ഇസ് ദ എൻട്രി. ഓക്കെ, അതാണ് പറയണത്. ഇനി ഷാഫ്റ്റ് നോക്കാം. അടുത്ത സെക്കൻഡ് കമ്പോണന്റ് ഓഫ് റോട്ടർ ആണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് റോഡ് ആണ് ഓൺ വിച്ച് ദ ഇംപെല്ലർ ഈസ് മൗണ്ടഡ്. ഇംപെല്ലർ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു റൊട്ടേറ്റിംഗ് ഇതിനാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയാം. നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇതാണ് ഇംപെല്ലർ. ഈ ഇംപെല്ലറിന്റെ മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് റോഡാണ് ഷാഫ്റ്റ്. ഇതാണ് കേസ്. ഈ കേസിന്റെ അകത്തൊക്കെയാണ് ഇംപെല്ലറും ഷാഫ്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഷാഫ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഷാഫ്റ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കിയാല്, ഷാഫ്റ്റ് നമ്മളുടെ ഇംപെല്ലറിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇംപെല്ലറിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ തന്നെ വയ്ക്കുന്നു. പിന്നെ നമ്മൾ കണ്ടല്ലോ, മോട്ടറായിട്ട് ഇംപെല്ലറിനെ കണക്ട് ചെയ്യുന്നതാണ് ഷാഫ്റ്റ്. അപ്പോ നമ്മളുടെ മോട്ടറിൽ നിന്നുള്ള പവർ ഒക്കെ ഇംപെല്ലറിലേക്ക് അവരെന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇംപെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു കേസിങ് അല്ലെങ്കിൽ ഒരു ഹൗസിങ്ങിന്റെ അകത്താണ് ഈ ഷാഫ്റ്റും ഇംപെല്ലറും എല്ലാം ഉള്ളത്. ഷാഫ്റ്റ് നമുക്കൊരു പവർ ട്രാൻസ്മിറ്റർ എന്ന് കൂടി പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും എങ്ങനെയാണ് ഒരു റോട്ടർ വർക്ക് ചെയ്യുന്നത്. അതാദ്യം മോട്ടർ നമ്മുടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഷാഫ്റ്റ് നമ്മുടെ ഇംപെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇംപെല്ലറിന്റെ ഐയിലൂടെ ലിക്വിഡ് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ റൊട്ടേറ്റിംഗ് ഇംപെല്ലർ ലിക്വിഡിനെ ഔട്ട്വേർഡ് ത്രോ ചെയ്യുന്നു. ഈ ലിക്വിഡിന് വെലോസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയണത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇംപെല്ലർ. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇംപെല്ലറിനെ പറ്റിയിട്ടാണ്. ശരിക്കും ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഒരു സീലിംഗ് ഫാനിന്റെ ഏത് പാർട്ടാണ് മൂവ് ചെയ്യുന്നത്? ബ്ലേഡ്. അപ്പൊ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് എയറിനെ പുഷ് ചെയ്യുന്നു. അതേപോലെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലും. അതായത് ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്തിട്ട് ലിക്വിഡിനെ പുഷ് ചെയ്യുന്നു. ഇവിടെ സീലിംഗ് ഫാൻ എയറിനെയാണ് പുഷ് ചെയ്യണമെങ്കിൽ ഇംപെല്ലർ നമ്മളുടെ ലിക്വിഡിനെയാണ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇംപെല്ലറിനെ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇസ് കോൾഡ് ദി ഹാർട്ട് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ പമ്പ്. Impeller is a wheel-shaped rotating part of the centrifugal pump. It mounted on the shaft and rotates at high speed. അല്ലെ, നമ്മൾ പറഞ്ഞു ഇംപെല്ലർ എപ്പോഴും ഒരു ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഫിഗറിൽ കാണാം, ഇംപെല്ലർ, ഷാഫ്റ്റ്, മോട്ടർ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഇംപെല്ലറിലുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് കർവ്ഡ് വെയിൻസ് ഓർ പ്ലേറ്റ്സ്. അതായത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ് എപ്പോഴും കർവ്ഡ് ആയിട്ട് ഇരിക്കുന്നത്? ഈ ഫോണിൽ കാണാം, എപ്പോഴും കർവ്ഡ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും, സ്ട്രെയിറ്റ് അല്ല. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് കർവ്ഡ് ആയിട്ടുള്ള വെയിൻസ് നമ്മുടെ ലിക്വിഡിനെ സ്മൂത്ത് ആയിട്ട് ഗൈഡ് ചെയ്യുന്നു. അങ്ങനെ വെലോസിറ്റി, അതായത് നമ്മുടെ ലിക്വിഡിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു.
പിന്നെ നമ്മൾ സെന്റർ ഓഫ് ദ ഇംപെല്ലർ ഈസ് കോൾഡ് ദ ഐ ത്രൂ വിച്ച് ദ ലിക്വിഡ് എൻറ്റേഴ്സ്. അതാണ് രണ്ടാമത്തത്. അതായത് നമ്മൾ കണ്ടു ഇംപെല്ലറിന്റെ സെന്ററിലുള്ള കോള്, അതാണ് ഐ. അതിലൂടെയാണ് നമ്മളുടെ ലിക്വിഡ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഇനി ദ ഇംപെല്ലർ ഈസ് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ്. അതായത് ഇംപെല്ലർ നമ്മൾ ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഫോട്ടോ വീണ്ടും കാണിക്കണ്ടല്ലോ. അതായത് ഈ ഒരു മോട്ടർ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഷാഫ്റ്റ് എന്ത് ചെയ്യും? നമ്മളുടെ ഇംപെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യും. മോട്ടർ ആദ്യം ഫംഗ്ഷൻ ചെയ്യും, അത് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ ലിക്വിഡ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇംപെല്ലറും ഷാഫ്റ്റും കൂടെ ചേർന്നതാണ് റോട്ടർ എന്ന് പറഞ്ഞാല്. ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് ഹൈ സ്പീഡ് ടു ഇമ്പാർട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് എനർജി ടു ദി ലിക്വിഡ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇംപെല്ലർ നോക്കാം. നമ്മൾ ക്ലാസിഫിക്കേഷൻ കണ്ടിരുന്നു 3 ടൈപ്പ് ഉണ്ട്: ഓപ്പൺ ഇംപെല്ലർ, സെമി ഓപ്പൺ ഇംപെല്ലർ ആൻഡ് ക്ലോസ്ഡ് ഇംപെല്ലർ. ഓപ്പൺ ഇംപെല്ലർ നോക്കിയാൽ ഇതിന്റെ വെയിൻസ് ആർ അറ്റാച്ച്ഡ് ഓൺലി ടു ദ സെൻട്രൽ ഹബ്, നോ സൈഡ് വാൾസ്. അതായത് ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കും. കണ്ടോ, ഈ ഫോട്ടോയിൽ കണ്ടോ, കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കും. ആ സെൻട്രൽ ഹബിലേക്ക് മാത്രമേ ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഹൈലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ്സോ സ്ലറിയോ അല്ലെങ്കിൽ ലാർജ് സോളിഡ് പാർട്ടിക്കിൾസ് ഉള്ള ലിക്വിഡ്സ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ഇംപെല്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോ എന്താണ്? അപ്പൊ ഓപ്പൺ സ്പേസ് അലൗ സോളിഡ് ടു പാസ് ഈസിലി. അതായത് ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ സോളിഡ് പാർട്ടിക്കിൾസിനൊക്കെ ഈസിലി മൂവ് ചെയ്യാം വിത്തൗട്ട് ക്ലോഗിങ്. ഇനി സെമി ഓപ്പൺ ഇംപെല്ലറോ, അതായത് വെയിൻസ് ഒക്കെ അറ്റാച്ച് ടു വൺ സൈഡ് വാൾ. അതായത് ഒരു സൈഡ് വാളിലേക്കാണ് ഈ വെയിൻസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് പാർഷ്യലി കവേർഡ് ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ലൈറ്റ്ലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അബ്രാസീവ് ലിക്വിഡ്സോ അല്ലെങ്കിൽ സ്മോൾ പാർട്ടിക്കിൾസിലൊക്കെ ഉള്ള സ്ലറീസിനൊക്കെ സ്ലറീസിനൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി, പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമി ഓപ്പൺ ഇംപെല്ലർ യൂസ് ചെയ്യുന്നത്. ഇനി ക്ലോസ്ഡ് ഇംപെല്ലർ, അതായത് വെയിൻസ് ആർ ക്ലോസ്ഡ് ബൈ ഷ്രൗഡ്സ് ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ബോത്ത് സൈഡ്സിലും എന്താണ്? ഇത് എൻക്ലോസ്ഡ് ആണ്. അതായത് ഫുള്ളി കവേർഡ് ആയിട്ടാണ് നമ്മളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇംപെല്ലർ കാണാൻ പറ്റുക. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? പ്ലെയിൻ ആയിട്ടുള്ള സ്ലൈറ്റ്ലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ പമ്പ് ചെയ്യുന്ന, എസ്പെഷ്യലി ഡയറി ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇംപെല്ലർ ആയിരിക്കും. ഇതാണ് ഏറ്റവും എഫിഷ്യന്റ് ടൈപ്പ് ഓഫ് ഇംപെല്ലർ എന്ന് പറഞ്ഞാൽ. ഫോട്ടോസ് ഇവിടെ ഉണ്ട്: ഓപ്പൺ ഇംപെല്ലർ, സെമി ഓപ്പൺ ഇംപെല്ലർ, ക്ലോസ്ഡ് ഇംപെല്ലർ. അപ്പൊ നമ്മൾ റോട്ടറിൽ 2 പാർട്ടാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഇംപെല്ലറും ഷാഫ്റ്റും. ഈ ഇംപെല്ലർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരു ഫാനിന്റെ ബ്ലേഡ്, ഫാനിന്റെ ബ്ലേഡ് ഉണ്ട്, പക്ഷെ മോട്ടർ ഇല്ല. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യും? ഇല്ല. അതായത് മോട്ടറാണ് ഈ ബ്ലേഡ്സിന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ സെൻട്രിഫ്യൂഗൽ പമ്പില് മോട്ടറാണ് ഇംപെല്ലറിന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ത്രൂ ഷാഫ്റ്റ് വഴിയാണ് ഈ മോട്ടർ ഇംപെല്ലറിലേക്ക് പവർ കൊടുക്കുന്നത്. സോ എന്താണ് ഷാഫ്റ്റ്? ഷാഫ്റ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് റോഡ് ഓൺ വിച്ച് ദ ഇംപെല്ലർ ഈസ് മൗണ്ടഡ്. ഇംപെല്ലർ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു റൊട്ടേറ്റിംഗ് റോഡ് ആണ് ഷാഫ്റ്റ്. ഇറ്റ് കണക്ട്സ് മോട്ടർ ടു ദ ഇംപെല്ലർ. ഇംപെല്ലറിനെ മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് ഷാഫ്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? സപ്പോർട്ട് ദി ഇംപെല്ലർ, പിന്നെ ട്രാൻസ്മിറ്റ് പവർ, അങ്ങനെയൊക്കെയാണ് പറയണത്. ഓക്കെ, ഇനി സ്റ്റേഷനറി പാർട്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. അതായത് നമ്മുടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തു, ബാക്കി എല്ലാ പാർട്സും കൂടെ റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ റൊട്ടേറ്റ് ചെയ്യപ്പെടാത്ത, അതായത് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് പാർട്സും കൂടെ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിനുണ്ട്. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്തൊക്കെ പാർട്സ് ആണ് ഇതുവരെ കണ്ടുവന്നത്? അതായത് റോട്ടറും കേസിങ്ങും. റോട്ടറിലാണ് ഇംപെല്ലറും ഷാഫ്റ്റും വരുന്നത്. ഇനി സ്റ്റേഷനറി പാർട്സ് ഏതൊക്കെയാണ്? ഒന്ന് സക്ഷൻ നോസിൽ, പിന്നെ ഡിസ്ചാർജ് നോസിൽ, ബിയറിങ്സ്, സീറ്റ്സ്. എന്താണ് സക്ഷൻ നോസിൽ? ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അതായത് നമ്മളുടെ ലിക്വിഡിനെ പമ്പിലേക്ക് എൻറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സക്ഷൻ നോസിൽ എന്ന് പറഞ്ഞാല്. ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് സക്ഷൻ നോസിൽ കാണാൻ പറ്റും. ദിസ് ഈസ് ദ സക്ഷൻ നോസിൽ. അപ്പൊ നമ്മുടെ ലിക്വിഡിനെ പമ്പിലേക്ക് എൻറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സക്ഷൻ നോസിലാണ്. ഡിസ്ചാർജ് നോസിലോ, അതായത് ദിസ് ഈസ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ്. ഇതുവഴിയാണ് നമ്മളുടെ ലിക്വിഡ് പുറത്തേക്ക് ഡെലിവർ ചെയ്യുന്നത് ഡിസ്ചാർജ് നോസിൽ വഴിയായിരിക്കും. ഇനി ബിയറിങ്സ്. ബിയറിങ്സ് മനസ്സിലാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം: എന്തുകൊണ്ടാണ് നമ്മളുടെ ബൈസൈക്കിൾ വീൽസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്? ബിയറിങ്സ് ഉള്ളത് കൊണ്ട്. അതായത് പമ്പിലും ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബിയറിങ്സ്. അതായത് ബിയറിങ്സ് വഴി നമ്മളുടെ റോട്ടറിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. വൈബ്രേഷനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ബിയറിങ്സ് ഇല്ലെങ്കിൽ ഷാഫ്റ്റ് നല്ല വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു,
എന്താ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെയർ ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സപ്പോർട്ടിനും സ്മൂത്ത് ഓപ്പറേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. ഇനി സീൽസ് ആണുള്ളത്. അതായത് ഇപ്പൊ വാട്ടർ പൈപ്പിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? വാട്ടർ ലീക്ക് ആകും. അപ്പോ നമ്മളുടെ ലീക്കേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ പമ്പിൽ യൂസ് ചെയ്യുന്നതാണ് സീൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീൽസ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ സീൽ ഈസ് യൂസ് ടു സ്റ്റോപ്പ് ദി ലീക്കേജ്. അപ്പൊ ഒരു കംപ്ലീറ്റ് വർക്കിംഗ് സീക്വൻസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തന്നെ മനസ്സിലാകും. അതായത് ആദ്യം ലിക്വിഡ് നമ്മളുടെ സക്ഷൻ നോസിൽ വഴി എൻ്റർ ചെയ്യുന്നു. മോട്ടർ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു നമ്മളുടെ മോട്ടർ ഉണ്ടാക്കും. ഈ മോട്ടർ നമ്മളുടെ ഷാഫ്റ്റിനെ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ് നമ്മളുടെ ഇമ്പല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇമ്പല്ലർ എന്ത് ചെയ്യുന്നു? അവിടെ എനർജി ഇൻക്രീസ് ചെയ്തിട്ട് ബീറിങ്സ് ഒക്കെ അതിന്റെ സ്മൂത്ത് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. സീല് അതിന്റെ എന്താണ് ലീക്കേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ലിക്വിഡ് ഡിസ്ചാർജ് നോസിൽ വഴി പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ സ്റ്റേഷനറി പാർട്ട് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇനി നമ്മളുടെ പമ്പിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് പ്രൈം മൂവേഴ്സ് നമുക്കറിയാം. എന്തൊക്കെയായിരിക്കും നമ്മളുടെ പമ്പിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന പ്രൈം മൂവേഴ്സ്? ഒന്ന് നമുക്കറിയാം എന്തൊക്കെയാണ്. എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ, പ്രൈം മൂവേഴ്സ്. പ്രൈം മൂവർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡ്രൈവ് എ പമ്പ്. അതായത് ഒരു പമ്പിന് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റൈഡർ ഇല്ലാതെ സൈക്കിൾ മൂവ് ചെയ്യും ഇല്ല. അതായത് ഒരാൾ അതിന് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പവർ കൊടുക്കണം. അതേപോലെ തന്നെ പമ്പിനും എന്താണ് സ്വയമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു മെഷീൻ വേണം. ആ ഒരു മെഷീനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്രൈം മൂവേഴ്സ് എന്ന് പറയാം. So prime mover is a device used to drive a pump. Its main function is to supply the power required to rotate the pump. അതായത് 3 ടൈപ്പ് പവർ പ്രൈം മൂവേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇലക്ട്രിക് മോട്ടർ, ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ. ഡീസലോ പെട്രോൾ എഞ്ചിൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഇലക്ട്രിക് മോട്ടർ? അതായത് നമ്മുടെ മോസ്റ്റ് ഡയറീസ് അല്ലെങ്കിൽ ഡയറി ഫാക്ടറീസിലൊക്കെ ഏത് പവർ സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി അല്ലെ? അപ്പൊ ഇലക്ട്രിസിറ്റി എന്താണ് ഇലക്ട്രിക് മോട്ടർ ആണ് ഏറ്റവും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള പ്രൈം മൂവേഴ്സ് എന്ന് പറഞ്ഞാണ്. അപ്പൊ ഒരു മോട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള പ്രൈം മൂവർ ആണ് ഇലക്ട്രിക് മോട്ടർ. അതേ സെൻട്രിഫ്യൂഗൽ പമ്പ്സിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നു. നല്ല ഈസിയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ, ക്ലീൻ ചെയ്യാനും എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ എന്താണ് ഇതിന് കുറവായിരിക്കും. പിന്നെ ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ പമ്പ് വർക്ക് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഇത് നമ്മൾ ഫാം, ഇറിഗേഷൻ, കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ പിന്നെ റിമോട്ട് വില്ലേജസിലൊക്കെയാണ് നമ്മൾ ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്യാസ് ടർബൈൻ, അത് വളരെ ഹൈ പവർ ഒക്കെ വേണ്ട സ്ഥലത്താണ് നമ്മൾ ഗ്യാസ് ടർബൈൻസ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് ലാർജ് ഇൻഡസ്ട്രീസിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിലും ഹൈ പവർ പമ്പിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഡയറി പ്ലാന്റ്സിൽ അത്ര കോമൺലി യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഗ്യാസ് ടർബൈന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പ്രൈം മൂവേഴ്സ്: ഇലക്ട്രിക് മോട്ടർ, ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ, ഗ്യാസ് ടർബൈൻസ്. ഓക്കെ, നമുക്ക് നോക്കാം ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു മോട്ടോർ സൈക്കിൾ വാങ്ങുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു? അതിന്റെ മൈലേജ്, അതിന്റെ സ്പീഡ്, അതിന്റെ പവർ, അതിന്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നോക്കും. അതേപോലെ തന്നെ ഒരു പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ പെർഫോമൻസുകളാണ് ചെക്ക് ചെയ്യുന്നത് നോക്കും. 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഒന്ന് കപ്പാസിറ്റി, പിന്നെ ടോട്ടൽ ഹെഡ്, പവർ, എഫിഷ്യൻസി, NPSH. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് കപ്പാസിറ്റി എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു മിൽക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒരു പമ്പ് വഴി മിൽക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യത്തെ കാര്യം എന്താ നോക്കുക? ഇത്രയും മിൽക്കിന് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് കപ്പാസിറ്റി. അതായത് കപ്പാസിറ്റി ഓഫ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്ചാർജ് ബൈ ദ പമ്പ് പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം ലിക്വിഡ് ക്വാണ്ടിറ്റി അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ യൂണിറ്റ്സ് മീറ്റർ സ്ക്വയർ അവർ, ലിറ്റർ പെർ മിനിറ്റ്, ഗാലൻസ് പെർ മിനിറ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യും. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഹെഡ്, സ്പീഡ്, സൈസ് ഓഫ് ദ പമ്പ് ഒക്കെയാണ്. അതായത് ഇപ്പൊ ഒരു പമ്പ് ഒരു മിനിറ്റിൽ 200 ലിറ്റർ ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കപ്പാസിറ്റി എന്തെന്ന് പറയാം? 200 ലിറ്റർ പെർ മിനിറ്റ് എന്ന് പറയാം. സോ കപ്പാസിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഡെലിവേർഡ് പെർ യൂണിറ്റ് ടൈം. ഇനി എന്താണ് ടോട്ടൽ ഹെഡ്? ഓക്കെ, എന്താണ് ഹെഡ്? ഹെഡ് മീൻസ് ദ ഹൈറ്റ് ഓർ പ്രഷർ
ത്രൂ വിച്ച് ദ പമ്പ് ക്യാൻ ലിഫ്റ്റ് ദ ലിക്വിഡ്. എത്രമാത്രം ഹൈറ്റിലാണ്, എത്രമാത്രം പ്രഷറിലാണ് ആ ലിക്വിഡിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അപ്പൊ അതിൽ സക്ഷൻ ഹെഡ് ഉണ്ട്, ഡിസ്ചാർജ് ഹെഡ് ഉണ്ട്, ടോട്ടൽ ഹെഡ് ഉണ്ട്. എന്താണ് സക്ഷൻ ഹെഡ്? പമ്പിന്റെ ഇൻലെറ്റിലുള്ള പ്രഷറാണ് സക്ഷൻ ഹെഡ്. ഓക്കെ, പമ്പിന്റെ ഔട്ട്ലെറ്റിലുള്ള ഹെഡ് പ്രഷറാണ് എന്ത്? ഡിസ്ചാർജ് ഹെഡ്. അപ്പൊ ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ഹെഡ് മൈനസ് സക്ഷൻ ഹെഡ്. അതായത് പമ്പ് റിസീവ്സ് എ ലിക്വിഡ് അറ്റ് വൺ പ്രഷർ ആൻഡ് ഡെലിവേർഡ് ഇറ്റ് ഇസ് ഹയർ പ്രഷർ. അതായത് ഒരു പ്രഷറിൽ പമ്പ് എന്താണ് ലിക്വിഡിനെ റിസീവ് ചെയ്യുന്നു സക്ഷൻ ഹെഡ് വഴി, പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു പ്രഷറിൽ ഡിസ്ചാർജ് ഹെഡ് വഴിയാണ് പോകുന്നത്. അതായത് ഹയർ പ്രഷറിലായിരിക്കും ഡിസ്ചാർജ് ഹെഡ് വഴി പോകുക. അപ്പൊ സപ്പോസ് ഡിസ്ചാർജ് ഹെഡില് 25 മീറ്റർ ആണെങ്കിൽ സക്ഷൻ ഹെഡ് 5 മീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ടോട്ടൽ ഹെഡ് എത്രയായിരിക്കും? ഡിസ്ചാർജ് മൈനസ് സെക്ഷൻ, 25 മൈനസ് 5 മൊത്തം 20 മീറ്റർ ആയിരിക്കും ടോട്ടൽ ഹെഡ് വരുന്നത്. ഇനി പവർ. പവർ ഒരു എനർജി ഇല്ലാതെ ഒരു മെഷീന് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പമ്പിന് വർക്ക് ചെയ്യാൻ പറ്റും, മോട്ടർ ഇല്ലാതെ ഇല്ല. അപ്പൊ പവർ ഈസ് ദ എനർജി യൂസ്ഡ് ബൈ ദ പമ്പ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ പമ്പ് യൂസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഹോഴ്സ് പവർ അല്ലെങ്കിൽ കിലോ വാട്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാല് 0.746 കിലോ വാട്ട് ആണ്. ഇനി എന്താണ് എഫിഷ്യൻസി? അതായത് ഒരു പമ്പില് 100 യൂണിറ്റ് ഓഫ് എനർജി ഉണ്ട്, പക്ഷെ അതിൽ 75 യൂണിറ്റ് യൂസ്ഫുൾ ആകുന്നുള്ളൂ. അപ്പൊ അതിന്റെ എഫിഷ്യൻസി 100% പറയും. അതായത് 100 യൂണിറ്റ്സ് ഉണ്ടെങ്കിലും 75 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതിന്റെ എഫിഷ്യൻസി ഒരിക്കലും 100 അല്ല. അപ്പൊ എഫിഷ്യൻസി tells us how effectively the pump converts input power into useful output power. ഇൻപുട്ട് പവറിനെ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതിന്റെ പെർസെന്റേജ് ആണ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. അപ്പൊ ഇപ്പൊ ഇൻപുട്ട് പവർ 100 കിലോ വാട്ട് ആണ്, ഔട്ട്പുട്ട് പവർ 75 കിലോ വാട്ട് ആണ്. അപ്പൊ നമ്മുടെ എഫിഷ്യൻസി എത്രയാ? 100 ബൈ എന്താണ് 75 ബൈ 100 ഇൻറ്റു 100 എത്രയാണ്? 75% എഫിഷ്യൻസി വരുന്നുള്ളൂ. അപ്പൊ യൂഷ്വലി നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒക്കെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 70 to 80% ആയിരിക്കും. ഇനി നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്. അതായത് ഇത് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് സൗണ്ട് എങ്കിലും പക്ഷെ ഐഡിയ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളുടെ വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നു. ഇപ്പൊ നമ്മളുടെ പമ്പിന്റെ ഉള്ളിലാണ് ഈ ബബിൾസ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് നമ്മളുടെ ഇമ്പലറിനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ എന്താണ് ഡാമേജ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് പറഞ്ഞാല്. അപ്പോ എന്താണ് ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റിന് എബോവ് ആയിട്ടുള്ള മിനിമം സക്ഷൻ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് റിക്വയർഡ്. അതായത് അതിൽ കൂടുതൽ എന്താണ് ആ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്നതിന് എബോവ് ആയിട്ടുള്ള സെക്ഷൻ പ്രഷർ. അങ്ങനെ നമുക്ക് എന്താണ് ക്യാവിറ്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയണത്. അടുത്ത പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടെ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വാൽവ് ഏതൊക്കെയാണെന്ന് പഠിക്കും. അതേപോലെ തന്നെ എന്തൊക്കെ പിന്നെ നമ്മള് അത് കൂടാതെ നമ്മളുടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും പിന്നെ നമ്മൾ ഒരു പമ്പ് കൂടെ പറഞ്ഞിരുന്നല്ലോ, നമ്മളുടെ ലിക്വിഡ് റിംഗ് പമ്പിനെ പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്. ഇത്രയുമാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പാർട്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറയണത്. ഇനി നമുക്ക് MCQ നോക്കാം. ഓക്കെ, എ പമ്പ് is a mechanical device used to move solids only, liquid, gas or slurries, steam only, air only. എന്താണ് പമ്പ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് ലിക്വിഡ്സ്, ഗ്യാസസ് ആൻഡ് സ്ലറീസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പമ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിംഗ് ഡാഷ് ടു എ ലിക്വിഡ്. ഹീറ്റ്, പ്രഷർ ഓൺലി, കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിസിറ്റി. എന്താണ് ആൻസർ? കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ എനർജിയാണ് ആഡ് ചെയ്യുന്നത്. Which pump is most commonly used in the dairy industry? Gear pump, piston pump, centrifugal pump, diaphragm pump. ഏത് പമ്പാണ് യൂസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മൾ ഡയറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെ? ലോ വിസ്കസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി മിൽക്ക്, ക്ലീൻ സൊല്യൂഷൻസിനൊക്കെ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. Which pump is used for viscous and sensitive dairy products? Centrifugal pump, positive displacement pump, liquid ring pump, ജെറ്റ് പമ്പ്. അതായത് വിസ്കസ് ആയിട്ടുള്ള ക്രീം, കണ്ടൻസ്ഡ് മിൽക്കിനൊക്കെ നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ആർ ഓൾസോ കോൾഡ് വേരിയബിൾ ഫ്ലോ മെഷീൻസ്, കോൺസ്റ്റന്റ് ഫ്ലോ മെഷീൻസ്, വാക്യൂം പമ്പ്, ഫ്ലോ ജനറേറ്റർ. എന്താണ് ആൻസർ? കോൺസ്റ്റന്റ് അല്ലെ? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലോ റേറ്റ് ആണ് നമ്മളുടെ
എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ വരുന്നത് ഡിസ്ചാർജ് പ്രഷറിനൊന്നും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. വിച്ച് പമ്പ് പ്രൊഡ്യൂസസ് എ ഹൈ ഫ്ലോ റേറ്റ് അറ്റ് റിലേറ്റീവ്ലി ലോ പ്രഷർ? സെൻട്രിഫ്യൂഗൽ പമ്പ്, ഗിയർ പമ്പ്, പിസ്റ്റൺ പമ്പ്, സ്ക്രൂ പമ്പ്. അപ്പൊ ഹൈ ഫ്ലോ റേറ്റ്, അതായത് പ്രഷർ കുറവാണെങ്കിലും ഹൈ ഫ്ലോ റേറ്റ് ഉണ്ടാക്കുന്ന പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ അഫക്റ്റിംഗ് മിൽക്ക് പമ്പ് സെലക്ഷൻ? അപ്പൊ പമ്പ് സെലക്ഷൻ അഫക്ട് ചെയ്യാത്ത ഫാക്ടറാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതൊക്കെയാണ് അതിന്റെ ഫാക്ടർ? ഡെൻസിറ്റി, വിസ്കോസിറ്റി, കളർ ഓഫ് ദ ലിക്വിഡ്, ടെമ്പറേച്ചർ. കളർ ഓഫ് ദ ലിക്വിഡ് ഒരിക്കലും എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. The word centrifugal means towards the center, around the center, inside the center, to fly away from the center. നമുക്കറിയാം centrifugal എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് ഫ്ലൈ അവേ ചെയ്യുകയാണ്. So option is option C, to fly away from the center. Ninth question. A centrifugal pump is also known as flow generator, പ്രഷർ ജനറേറ്റർ, വാക്യൂം ജനറേറ്റർ, കംപ്രസർ. എന്താണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാൽ? പ്രഷർ ജനറേറ്റഡ് ആണ് അല്ലെ. പ്രഷർ ജനറേറ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മുടെ ലിക്വിഡ് ഇൻസൈഡിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. A centrifugal pump mainly consists of rotor or casing, rotor and piston, shaft and valve, gear. അപ്പോൾ റോട്ടറും കേസിംഗ് ആണുള്ളത്. റോട്ടറിന്റെ അകത്താണ് എന്തൊക്കെയുള്ളത്? നമ്മുടെ ഷാഫ്റ്റും ഇമ്പലും. The only major moving part of a centrifugal pump is the casing, rotor, steel, bearing. അപ്പൊ നമ്മളുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ മൂവ് ചെയ്യുന്ന ഓൺലി പാർട്ട് ഏതാണ്? റോട്ടർ അല്ലെ. റോട്ടർ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ലെസ് മെയിൻ്റെനൻസ്, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. The central opening of the impeller is called hub, eye, nozzle, outlet. എന്താണ് ഇമ്പലറിന്റെ സെൻട്രൽ ഓപ്പണിംഗ് നമ്മൾ പറയുന്നത്? ഐ എന്നല്ല നമ്മൾ പറയാം. ഓക്കെ, അതിലൂടെയാണ് നമ്മുടെ ലിക്വിഡ് ഒക്കെ എൻ്റർ ആകുന്നത്. Which impeller is most efficient for clean liquids? ക്ലീൻ ആയിട്ടുള്ള ലിക്വിഡ്സിന് നമ്മൾ പറഞ്ഞു ഡയറി ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്ന ഇമ്പലർ, ഓപ്പൺ ഇമ്പലർ, സെമി ഓപ്പൺ ഇമ്പലർ, ക്ലോസ്ഡ് ഇമ്പലർ, സ്പ്ലിറ്റ് ഇമ്പലർ. എന്താണ് ആൻസർ വരാ? യെസ്, ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇമ്പലർ. ഹൈലി കണ്ടാമിനേറ്റഡ് ആണ് ഓപ്പൺ യൂസ് ചെയ്യുക, മിനിമം ലെസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സെമി ഓപ്പൺ യൂസ് ചെയ്യുന്നത്. ക്ലീൻ ആയിട്ടുള്ള ലിക്വിഡ്സിന് ക്ലോസ്ഡ് ഇമ്പലർ ആണ് യൂസ് ചെയ്യുന്നത്. Which part prevents leakage of liquid in a centrifugal pump? Bearings, shaft, seal, rotor. Seal ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലീക്കേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി. Which prime mover is most commonly used for centrifugal pump? ഏത് പ്രൈം മൂവർ ആണ് യൂസ് ചെയ്യുക? ഡീസൽ ആണോ, ഇലക്ട്രിക് മോട്ടർ ആണോ, പെട്രോൾ എഞ്ചിൻ ആണോ, അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ ആണോ? നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് മോട്ടറാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്യും. ഗ്യാസ് ടർബൈൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ആയിട്ടുള്ള പ്രഷർ വേണ്ട സ്ഥലത്താണ്. പമ്പ് കപ്പാസിറ്റി is commonly expressed in kilogram, meter square per hour, Newton, Pascal. എന്താണ് ഓപ്ഷൻ ബി, മീറ്റർ സ്ക്വയർ പെർ അവർ ആണ്. Total head is calculated as suction head plus discharge head minus suction head, pressure into flow, output minus input. എന്താണ് ഓപ്ഷൻ ബി, ഡിസ്ചാർജ് ഹെഡ് മൈനസ് സക്ഷൻ ഹെഡ് ആണ് ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാല്. അതായത് കയറുന്ന പ്രഷർ തന്നെ സക്ഷൻ ഇൻലെറ്റിലൂടെ കയറുന്ന പ്രഷർ അല്ല, പുറത്തേക്ക് വരുന്ന ഡിസ്ചാർജ് പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. The 1 horsepower is equal to 0.546 kilowatt, 0.646 kilowatt, 0.746 kilowatt and 0.846 kilowatt. എന്താണ് ആൻസർ? ഓപ്ഷൻ സി, 0.746 kilowatt. NPSH is required to prevent. എന്താണ് നെറ്റ് ആയിട്ടുള്ള ആ സെക്ഷൻ ഹെഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാവിറ്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലീക്കേജ്, കാവിറ്റേഷൻ, കൊറോഷൻ, വൈബ്രേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാവിറ്റേഷൻ. Which valve prevents the backflow of liquid? ലിക്വിഡിന്റെ ബാക്ക്ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നത് സക്ഷൻ വാൽവ് ആണോ, ഡ്രെയിൻ വാൽവ് ആണ്, ചെക്ക് വാൽവ് ആണ്, വെന്റ് വാൽവ് ആണ്? അല്ല, ചെക്ക് വാൽവ് ആണ് ആൻസർ. അതാണ് നമ്മളിൽ ലിക്വിഡിന്റെ ബാക്ക്ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നത്. Which valve is open during പ്രൈമിംഗ്? പ്രൈമിംഗിന്റെ സമയത്ത് നമ്മൾ ഓപ്പൺ ആകുന്ന വാൽവ്, അതായത് ഡ്രെയിൻ വാൽവ്, ഡിസ്ചാർജ് വാൽവ്, വെന്റ് ഓർ പ്രൈമിംഗ് വാൽവ്, റിലീഫ് വാൽവ്. പ്രൈമിംഗ് അല്ലെങ്കിൽ വെന്റ് വാൽവ് ആണ് പ്രൈമിംഗിന്റെ സമയത്ത് ഓപ്പൺ ആക്കുന്നത്. ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ് പ്രൈമിംഗ്, എന്താണ് വെന്റ് ഓർ പ്രൈമിംഗ് വാൽവ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ് ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. Centrifugal pumps are best suited for highly viscous liquid, low viscosity liquid, dry powder, sticky solids. എന്ന് പറഞ്ഞു. Low viscosity liquids ഓപ്ഷൻ ബി ആണ് ആൻസർ. അതാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ പമ്പ് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് അവർക്കാണ്. A positive displacement pump should never be operated with the dash closed. ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ഒരിക്കലും ഒരു വാൽവ് ക്ലോസ് ചെയ്ത് റൺ ചെയ്യാൻ പാടില്ല. സക്ഷൻ വാൽവ്, വെന്റ് വാൽവ്, ഡിസ്ചാർജ് വാൽവ്, ഡ്രെയിൻ വാൽവ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം?
ഓപ്ഷൻ സി ഡിസ്ചാർജ് വാൽവ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. ദ ഫംഗ്ഷൻ ഓഫ് എ റിലീഫ് വാൽവ് ഈസ് ടു ഇൻക്രീസ് സ്പീഡ്, പ്രിവെന്റ് എക്സസ് പ്രഷർ, റെഡ്യൂസ് ഫ്ലോ റേറ്റ്, ഇൻക്രീസ് സെക്ഷൻ. എന്തായിരിക്കും റിലീഫ് വാൽവിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി പ്രിവെന്റ് എക്സസ് പ്രഷർ. അതായത് നമുക്കറിയാം പ്രഷർ എക്സസ് ആയാൽ അവിടെ പ്രശ്നമാണ്. അപ്പോൾ അതിന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലീഫ് വാൽവ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോട്ടറി പമ്പ്? ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, ലോ പമ്പ്, പിസ്റ്റൺ പമ്പ്. ഇതില് റോട്ടറി പമ്പ് അല്ലാത്തത് ഏതാണ്? 25ന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി പിസ്റ്റൺ പമ്പ്. നമ്മൾ ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, ലോ പമ്പ് ഒക്കെ റോട്ടറി പമ്പാണ്. വിച്ച് റോട്ടറി പമ്പ് ഈസ് സ്യൂട്ടഡ് ഫോർ ജെന്റിൽ പമ്പിങ്? ഗിയർ പമ്പ്, ലോ റോട്ടർ പമ്പ്, വെയിൻ പമ്പ്, സ്ക്രൂ പമ്പ്. ജെന്റിൽ ആയിട്ടുള്ള പമ്പിങ് നമ്മൾ യൂസ് ചെയ്യുന്ന റോട്ടറി പമ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. 26ന്റെ ആൻസർ ബി ആണ്. ലോ റോട്ടർ പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. A homogenizer is a type of gear pump, piston pump, liquid ring pump, centrifugal pump. അപ്പോൾ homogenizer എന്ന് പറഞ്ഞാൽ ഒരു എന്ത് പമ്പാണ്? പിസ്റ്റൺ പമ്പാണ്. ഓക്കെ, നോട്ട് ഇറ്റ്. ഒരു പിസ്റ്റൺ പമ്പാണ് homogenizer. A diaphragm pump is suitable for dry powder only, viscous liquid containing solid, steam only, air only. എന്താണ് ഡയഫ്രം പമ്പ്? വാക്യൂം പമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. സോറി, വാക്യൂം പമ്പ് അല്ല, വിസ്കസ് ആയിട്ടുള്ള സോളിഡ്സ് ഉള്ളതിനാണ് നമ്മൾ ഡയഫ്രം പമ്പ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലിക്വിഡ് റിംഗ് പമ്പിനാണ് നമ്മൾ വാക്യൂം പമ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ ലിക്വിഡ് റിംഗ് പമ്പ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ വാക്യൂം പമ്പ്, ബൂസ്റ്റർ പമ്പ്, ഫയർ പമ്പ്, മീറ്ററിംഗ് പമ്പ്. എന്താണ് ഓപ്ഷൻ എ? വാക്യൂം പമ്പ്. വാക്യൂം ഇവാപറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പാണ് ലിക്വിഡ് റിംഗ് പമ്പ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാർട്ട് ഓഫ് റൂട്ടീൻ പമ്പ് മെയിൻ്റെനൻസ്? നമുക്ക് ലോജിക് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് റൂട്ടീൻ പമ്പ് മെയിൻ്റെനൻസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ? ലൂബ്രിക്കേറ്റിംഗ് ദ ബിയറിംഗ്സ്, റീപ്ലേസിംഗ് ദി ഇംപെല്ലർ ഡെയിലി, ചേഞ്ചിങ് ദ കേസിംഗ് എവറി വീക്ക്, റീപ്ലേസിംഗ് ദ ഷാഫ്റ്റ് എവറി മന്ത്. എന്താണ് ആൻസർ? അതെ, എന്ന് നമുക്ക് ഇംപെല്ലർ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കേസിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഷാഫ്റ്റും അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ബിയറിംഗ്സ് ഒക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, അങ്ങനെ നമുക്ക് പമ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് റൂട്ടീൻ പമ്പ് മെയിൻ്റെനൻസിനുള്ള ഒരു പോയിന്റ്. ഓപ്ഷൻ എ ലൂബ്രിക്കേറ്റിംഗ് ദ ബിയറിംഗ്സ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരാം. അപ്പോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ക്ലാസ്. ഇതാണ് പാർട്ട് 1 മിൽക്ക് പമ്പിന്റെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പും അതേപോലെ ലിക്വിഡ് റിംഗ് പമ്പിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. ഇത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വാൽവും അതിന്റെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ.